ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവർശ്യാമി വിജനേ. ശ്രീഹരേ നമ. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം. രോഗങ്ങളെല്ലാം വന്ന് ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ്. തവ ചരണസേവാരസഭരേബിയാബി. നിൻ തിരുവടിയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കുവാൻ പോലും അനാസക്തം ഭവതിപദ. ആസക്തി ഇല്ലാത്തതായി തീരുന്നു കഷ്ടം. വിഷ്ണു ദയാം കുരു. സർവ ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ കരുണ ചെയ്യണമേ. അഹം ഭവത് പാദാംഭോജ സ്മരണരസിക. ഞാൻ നിൻ തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ചു സേവിച്ചു രസിച്ചുകൊണ്ടും സ്മരണരസിക ധ്യാനിച്ചും രസിച്ചും കൊണ്ടും നാമനിവഹാൻ ഗായം ഗായം അവിടുത്തെ തിരുനാമങ്ങളെ ഇടവിടാതെ പാടിക്കൊണ്ടും കുഹജന വിജനെ ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണമോ ഭഗവാനെ. വിവത്സ്യാമി, അവിടെ എങ്ങാനും ഞാൻ മാറി ഒറ്റയ്ക്കിരുന്ന് അവിടുത്തെ തിരുനാമം ജപിക്കണമോ. രോഗം നിശേഷം മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ഭക്തന്മാരെ പോലെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് ഭജിക്കാൻ തനിക്കും സാധിക്കണം. അതിന് അവിടുന്ന് കനിയണമെന്നാണ് കവി ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുത്തെ കൃപയുണ്ടെങ്കിൽ രോഗത്താൽ മൂർച്ഛിതമായിട്ട് നിൽക്കുന്ന ഒരാളിന് ഒന്നും അവിടുത്തെ തിരുനാമം കീർത്തിക്കുവാനോ പാടുവാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഹേ വിഷ്ണു, രോഗങ്ങളാലും ക്ലേശങ്ങളാലും പീഡിക്കപ്പെട്ട് ഇരിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ ചരണസേവാനന്ദം ആസ്വദിക്കാൻ പോലും ആസക്തിയില്ലാത്തതായി തീരുന്നു. കഷ്ടം കഷ്ടം. അങ്ങനോട് അവിടുന്ന് ദയ കാണിക്കണമേ. അങ്ങയുടെ പാദാംബുജ ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിച്ച് അങ്ങയുടെ നാമഗുണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടി ഏതെങ്കിലും വിജനമായ ഇടത്ത് ഞാൻ ഏകനായി ജീവിച്ചു കൊള്ളാം. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. മൂർഖനോ ശ്രീഹരി തിരുമേനിജി എഴുതിയ നിഴൽ നാരായണീയം എന്ന കൃതിയിലെ 4 വരി ശ്ലോകം ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. രോഗങ്ങളും രാഗങ്ങളും തളർത്തിയോരൻ മനസ്സിൽ തുൽപാദ സേവയ്ക്കു പോലും ഇടമില്ലാതായി അവിടുത്തെ നാമങ്ങളെ ഉച്ചരിക്കാൻ വരം നൽകൂ. അനുപമ ഗുണനിധേ ദയാംബുരാശേ. ശ്രീഹരേ നമ.